ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കിടപ്പ് രോഗിക്ക് എങ്ങനെ ഒരു കിടക്ക ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പ് ചില പ്രത്യേക കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊരു രോഗി പരിചരണത്തിന് വരുമ്പോൾ നമ്മുടെ കയ്യിൽ വളയോ വാച്ചോ മോതിരോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. രണ്ടാമത്, നമ്മളെപ്പോഴും രോഗിയുടെ വലത്ത് വശത്ത് നിന്നായിരിക്കണം ശുശ്രൂഷ ചെയ്യേണ്ടത്. 3, രോഗിക്ക് വേണ്ട പ്രൈവസി, സ്വകാര്യത വേണ്ട ആ തരത്തിലാണെങ്കിൽ സ്വകാര്യത കൊടുത്തേ പറ്റുള്ളൂ. മുറിയിലെ അല്ലെങ്കിൽ രോഗിയുടെ കിടക്കയുള്ള സ്ഥലത്ത് വായുസഞ്ചാരം ഉണ്ടാകണം, സൂര്യപ്രകാശം കിടക്കണം. ഒരു ജനലിൻ്റെയൊക്കെ അടുത്താണെങ്കിൽ രോഗിക്ക് പുറത്തെ കാഴ്ചകളും കണ്ട് ഇച്ചിരി ഒരു സന്തോഷത്തോടെ കിടക്കുവാൻ സാധിക്കും. പിന്നെ നമ്മൾ കട്ടിലിൻ്റെ കാര്യം. കട്ടിൽ നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കവാറും തടിക്കട്ടിലാണുള്ളത്, സാധാരണ വീടുകളിൽ. അപ്പോൾ ആ തടിക്കട്ടിൽ വളരെ താന്നതായിരിക്കും. പരിചരണം കൊടുക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടാണ് കുനിഞ്ഞ് കിടന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ 4 കാലും 4 കട്ടകൾ, അതായത് ബെഡ് ബ്ലോക്സ് വെച്ച് ഒന്ന് ഉയർത്തിയാൽ അത് പരിചരിക്കുന്ന ആൾക്ക് ഒരു സഹായകമാകും. അപ്പോൾ പിന്നെ മെത്ത എപ്പോഴും ഉറപ്പുള്ളതായിരിക്കണം. അത് ചകിരി കൊണ്ടും ചകിരിയുടെ മുകളിൽ പഞ്ഞി കൊണ്ടുള്ള ബെഡാണ് നല്ലത്. ഡൺലപ്പ് മാട്രസ് അല്ലെങ്കിൽ സ്പോഞ്ച് കൊണ്ടുള്ള ബെഡ് ഇന്നത്തെ കാലത്ത് പല വീടുകളിലുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ഒരു കിടപ്പ് രോഗിയെ കിടത്തിയാൽ കുറച്ച് കഴിയുമ്പോൾ അതിന് നടു കുഴിയാൻ തുടങ്ങും. അതുകൊണ്ട് എപ്പോഴും തടിക്കട്ടിലും ഉറപ്പുള്ള, നേരത്തെ പറഞ്ഞതുപോലെയുള്ള മെത്തയുമാണ് അഭികാമ്യം. ഇനി നമുക്ക് വേണ്ടത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ഞാൻ പറയാൻ പോവുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്. അപ്പോൾ ഒരു കിടക്ക രോഗിയാണെങ്കിൽ കുറേ നാൾ കിടക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ഈ മെത്ത കേടുപാടുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു നല്ല റബ്ബർ ഷീറ്റ്, ഒരു നീളമുള്ള റബ്ബർ ഷീറ്റ് ആദ്യം വാങ്ങിക്കുക. ഇതാണ് ആ റബ്ബർ ഷീറ്റ്. അപ്പോൾ ഇത് പിന്നെ വേണ്ടത് ആദ്യമേ ഇടാനൊരു ഷീറ്റ് ഞാനിവിടെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതൊക്കെ പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ചെറിയ റബ്ബർ ഷീറ്റ്, പിന്നെ രോഗിയെ പുതപ്പിക്കാൻ. ഇത് ഞാൻ ഓരോന്നും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് ഞാൻ ഓരോന്നും 4ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് ഇടാനുള്ള എളുപ്പത്തിൽ. ഉദാഹരണത്തിന് ഇതിൻ്റെ അകവശം അകത്തോട്ടും പുറവശം ഇങ്ങനെയുമാണ് മടക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഇടുമ്പോഴത്തേക്കിന് എളുപ്പമാണ്. അത് കാണുമ്പോൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ഷീറ്റ് നമ്മൾ ഇങ്ങനെ ഇടുന്നു, ഈ റബ്ബർ ഷീറ്റ്. അത് ഈ രോഗി തലവെക്കുന്ന സൈഡിലായിരിക്കണം കൂടുതൽ നമ്മൾ അകത്തോട്ട് കയറ്റേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ രോഗിയെ നമ്മൾ പൊക്കുകയോ ഒരു ചാര് കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് അതിങ്ങനെ താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഇവിടെ കൂടുതലിടുക, അവിടെ അകത്തോട്ട് കയറ്റുക കൂടുതൽ. അപ്പോൾ ഇത് നടുക്ക് വെച്ചിട്ട് എപ്പോഴും ഇതൊക്കെ ചെയ്യാനൊരു സഹായം ഉള്ളത് നല്ലതാണ്. പക്ഷേ ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൊണ്ട് ഞാനിത് ഒറ്റയ്ക്ക് ചെയ്ത് കാണിക്കുകയാണ്, വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ 4ആയിട്ട് മടക്കിയാൽ ഒത്തിരി കിടന്ന് പിടിക്കേണ്ട അപ്പുറേ ഇപ്പുറയൊക്കെ. പിന്നെ ഇത് അകത്തോട്ട് കയറ്റുക. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇടേണ്ടത് രോഗിക്ക് കിടക്കാനുള്ള ഒരു ഷീറ്റ്. ഇതും ഇങ്ങനെ രോഗി ഇതിൻ്റെ മുകളിൽ കിടക്കുന്നത് കാരണം രോഗി അനങ്ങുമ്പോഴോ രോഗിയെ പൊക്കുമ്പോഴോ താഴോട്ട് ഇറങ്ങി പോരാതിരിക്കാൻ വേണ്ടി ഇവിടെ കൂടുതൽ സ്ഥലം ഇടണം അകത്തോട്ട് കയറ്റാൻ വേണ്ടി. അതും ഇങ്ങനെ നടുക്ക് വെക്കുക. അത് മടക്കിയിരിക്കുന്ന അകത്തോട്ടാണ്. തുറക്കുമ്പോൾ അതിൻ്റെ നല്ല വശത്താണ് രോഗി കിടക്കാൻ പോകുന്നത്. ഇവിടെ ഇത് അകത്തോട്ട് കയറ്റുക, കൂടുതൽ അകത്തോട്ട് കയറ്റുക. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ മൂല ശരിയാക്കുന്നത്. ഇതിൻ്റെ മൂല നമ്മൾ പെട്ടെന്ന് തിരികെ കയറ്റി വെക്കുന്നതിന് പകരം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അകത്തോട്ട് കയറ്റി വെച്ചാൽ ഇവിടെ ഒരു നല്ല ഷേപ്പ് കിട്ടും. പിന്നെ അത് അകത്തോട്ട് കയറ്റാൻ നല്ല എളുപ്പമാണ്. അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രോഗി ഇതിൻ്റെ മുകളിൽ കിടക്കാം, പക്ഷേ ഈ ഷീറ്റ് പെട്ടെന്ന് ചള്ളാവും. അത് നമ്മൾ കൂടെ മാറുന്നതിന് പകരം രോഗിയെ കിടത്തേണ്ടത് ഈ ഷീറ്റിലല്ല, ഇതിന് മുകളിൽ ഒരു റബ്ബർ ഷീറ്റ് ഇടുക. അത് ഞാൻ തിരിച്ചാണ് മടക്കിയിരിക്കുന്നത്. അതിങ്ങനെ നടുഭാഗം എടുക്കുക. രോഗിയുടെ തോള് മുതൽ ബട്ടക്ക് വരെ കവർ ചെയ്യത്തക്ക രീതിയിൽ
എടുക്കുക. അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഷീറ്റ് കൂടി ഇടുക, ട്രോ ഷീറ്റ് എന്ന് പറയും. അതിൻ്റെ നടുഭാഗം എടുക്കുക. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടാൽ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്, മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല, സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അകത്തോട്ട് കയറ്റുന്നു. നമുക്ക് കൂടെ ഈ ഷീറ്റ് മാറേണ്ട ആവശ്യമേ ഉള്ളൂ. അടിയിലത്തെ ഷീറ്റ് ഒരാഴ്ചയിൽ ഒന്നൊക്കെ മാറിയാൽ മതി, അതിനാണ് ഇതിട്ടിരിക്കുന്നത്. ഇനിയുള്ള രോഗിയെ പുതപ്പിക്കാനുള്ള ഷീറ്റ്. അതിൻ്റെ അറ്റം നമ്മളിവിടെയാണ് മടക്കുന്നത്, കാരണം രോഗിയുടെ കാല് മൂടേണ്ടതാണ്. അതിന് നടുഭാഗം നമ്മളിവിടെ വെച്ചു, ഇങ്ങനെ എടുത്തു. ഇവിടെയും നമ്മളത് ഇവിടെ ടക്ക് ചെയ്യുക. രോഗിയെ കിടത്തി കഴിയുമ്പോൾ ഇവിടെ ഒന്ന് അയച്ചു കൊടുത്താൽ രോഗിയുടെ കാല് വളരെ എളുപ്പമായിട്ട് ഇട്ട് വെക്കാൻ സാധിക്കും. ഇനി ഇവിടെയും മൂല ശരിയാക്കണം. ഇനി നമ്മൾ രോഗിയെ സ്വീകരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഇട്ട് വെക്കുക. രോഗിയെ സ്വീകരിക്കാൻ നമ്മളിത് തുറന്ന് വെക്കുക. അപ്പോൾ രോഗി വരുമ്പോൾ കിടത്തി കഴിഞ്ഞ് നമ്മളിത് രോഗിയെ മൂടുന്നതായിരിക്കും. ഇത് കൂടാതെ നമ്മൾ തലയണ വെക്കുന്ന കാര്യം, തലയണയ്ക്ക് ഒരു കവറിടണം. ആ കവർ എളുപ്പത്തിലിടാൻ വേണ്ടി നമ്മളതിനെ ഞുറിഞ്ഞ് അകത്തോട്ട് കയറ്റിയാൽ പെട്ടെന്ന് ഇടാൻ സാധിക്കും. തലയണ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. പുറത്തുനിന്ന് ആൾ വരുമ്പോൾ ഈ തുറന്ന ഭാഗം അങ്ങോട്ട് വെക്കാതെ എപ്പോഴും ഈ അടഞ്ഞ ഭാഗം വേണം വെക്കാനായിട്ട്. ഇനി രോഗി ഇപ്പോൾ വരുന്നില്ലെങ്കിൽ രോഗി ഇങ്ങനെ വെച്ച് 4 വശവും അകത്തോട്ട് കയറ്റി വെക്കാം, അങ്ങനെയും ചെയ്യാം. രോഗി വരുന്നില്ലെങ്കിൽ 4 ഭാഗവും അകത്തോട്ട് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ രോഗിക്ക് വേണ്ട വെള്ളമോ മരുന്നോ അത്യാവശ്യ സാധനങ്ങൾ, മൊബൈലോ ഒക്കെ വെക്കാനുള്ള ഒരു മേശ തയ്യാറാക്കി അത് ഡിസ്ഇൻഫെക്റ്റൻ്റ് സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്ത് അതൊക്കെ ഇവിടെ റെഡിയായിട്ട് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ എപ്പോഴും രോഗി പരിചരണം, രോഗിയുടെ ബെഡ് സൈഡിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞും കൈ വാഷ് ചെയ്യുക. ആദ്യം അവസാനവും നമ്മുടെ കൈകൾ വൃത്തിയായിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകണം. ഈ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ കണ്ടു, വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ചെയ്തു വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് ഓരോന്നും ഇവിടെ ഇപ്പോൾ കണ്ട സാമഗ്രികൾ ഓരോന്നും എടുത്ത് പരിചയപ്പെട്ട് അതിൻ്റെ ഉപയോഗവും മനസ്സിലാക്കി അത് സന്തോഷമായിട്ട് ചെയ്ത് രോഗിക്ക് സൗഖ്യം കൊടുക്കാനുള്ള ഒരു പരിശ്രമത്തിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ട് ഇത് പരിശീലിക്കണം, അതാണ് എൻ്റെ അപേക്ഷ. താങ്ക് യു.